ഇതിപ്പോൾ അത്യാവശ്യം എനിക്ക് ലാഭം കിട്ടുന്നൊരു ബിസിനസ് കൂടെയാണ്. ഡ്രം ഇപ്പോൾ ഒരു 150 എണ്ണമാണ് മേടിച്ചേക്കുന്നത്. 150 എണ്ണം മേടിച്ചു, 2ആയിട്ട് കട്ട് ചെയ്തപ്പോൾ ഒരു 300 എണ്ണം കിട്ടും. ഇപ്പോൾ ഡ്രമ്മിലേക്ക് മാറാനുള്ള 2 കാര്യമാണ്. ഡ്രമ്മിൽ പെട്ടെന്ന് ഈൽഡ് കിട്ടുന്നുണ്ട്. കാരണം മറ്റ് ചെടികളൊന്നും വന്നതിൻ്റെ വളം കൊണ്ടുപോകില്ല. കൊടുക്കുന്ന വളം പൂർണ്ണമായിട്ടും കിട്ടും. ഇവിടുന്ന് ലോക്കലായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഡ്രമ്മിന് 1200 രൂപയാണ് കൊല്ലത്ത് ചോദിച്ചത്. 1200 രൂപയ്ക്ക് പിന്നെ അവിടുന്ന് കൊല്ലത്ത് നിന്ന് കൊണ്ടുവരുന്ന ചിലവ്. അതുകൊണ്ട് ഞാനൊരു ബൾക്കായിട്ടൊരു 150 എണ്ണം എറണാകുളത്ത് നിന്ന് വരുത്തിയതാണ്. 10 വർഷം വരെ ഒരു കുഴപ്പമില്ലാതെ ഈ പേര് ഇതിനകത്ത് തന്നെ നിൽക്കും. ഇപ്പോൾ ഡ്രമ്മിലുണ്ടായിരുന്നു പറഞ്ഞാൽ ആ 2 പൊട്ടിയ വാട്ടർ ടാങ്കിൽ ഞാൻ നട്ടേക്കുന്ന പേരെ നോക്കും. ഈ നിൽക്കുന്നത് അത് ഉണ്ട്. ഇതേപോലെ വിളിക്കുമ്പോൾ ഇതിപ്പോൾ കഴിക്കാൻ നമുക്ക്, പക്ഷേ മധുരം അത്രയും കിട്ടില്ല, തൊലിക്കൊരു കയ്പുണ്ടാവും. ഡ്രം ഇപ്പോൾ ഒരു 150 എണ്ണമാണ് മേടിച്ചേക്കുന്നത്. 150 എണ്ണം മേടിച്ചു, 2ആയിട്ട് കട്ട് ചെയ്തപ്പോൾ ഒരു 300 എണ്ണം കിട്ടും. അതിലൊരു 50 എണ്ണം വെള്ളം നിറയ്ക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം വെള്ളത്തിന് നമുക്ക് ഓപ്പൺ വെല്ലാണ്. ഈ വർഷം വെള്ളം കുറയാനുള്ള സാധ്യതയുണ്ട്, ചൂട് കൂടുതലായിരുന്നു. ഒരു ലാസ്റ്റ് ഒരു 10-15 ദിവസം ചിലപ്പോൾ വെള്ളത്തിന് ഷോർട്ടേജ് വരും. ആ സമയത്തേക്ക് വേണ്ടി ഞാനൊരു 50 ഡ്രം മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രമ്മിലേക്ക് മാറാനുള്ള 2 കാര്യമാണ്. ഒന്ന്, നമുക്ക് ലേബർ വളരെ കുറച്ച് മതി ഡ്രമ്മിലാകുമ്പോൾ. അത് ഇളക്കുന്നതിനൊന്നും നമുക്ക് കുന്താലിട്ട് കിളയ്ക്കുകയൊന്നും വേണ്ട. ഒന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു കരണ്ടി വെച്ചൊന്ന് മിക്സ് ചെയ്ത് വളം ഇട്ട് കൊടുത്താൽ മതി. വെള്ളവും വളരെ കുറച്ച് മതി. ഈൽഡ് നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഇനി മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് പേരയൊക്കെ നമുക്ക് ഡ്രമ്മിലേക്ക് മാറ്റാമെന്ന് വിചാരിക്കുന്നു. ഡ്രമ്മിൽ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഡ്രമ്മിൽ പെട്ടെന്ന് ഈൽഡ് കിട്ടുന്നുണ്ട്. കാരണം മറ്റ് ചെടികളൊന്നും വന്നതിൻ്റെ വളം കൊണ്ടുപോകില്ല. കൊടുക്കുന്ന വളം പൂർണ്ണമായിട്ടും കിട്ടും. വെള്ളം കുറച്ച് മതി, പക്ഷേ എല്ലാ ദിവസവും കൊടുക്കണം. മഴയില്ലെങ്കിൽ എല്ലാ ദിവസവും കൊടുക്കണം. മണ്ണിൽ നിൽക്കുന്നതാകുമ്പോഴേക്കും നമുക്ക് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം കിട്ടും. ഇത് മഴ ഇന്ന് മെനഞ്ഞാന്ന് മഴ പെയ്തു, ഇന്നലെ വെള്ളം ഒഴിച്ചിട്ടില്ല, ഇന്ന് വാടാൻ തുടങ്ങും. ചെറിയ ചട്ടിയിലാണെങ്കിൽ പോലും പ്ലാസ്റ്റിക് ചട്ടിയിലാണെങ്കിലും ചൂടിൻ്റെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഡ്രം നമുക്ക് ഏതാണ്ട് ഇവിടുന്ന് ലോക്കലായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഡ്രമ്മിന് 1200 രൂപയാണ് കൊല്ലത്ത് ചോദിച്ചത്. 1200 രൂപയ്ക്ക് പിന്നെ അവിടുന്ന് കൊല്ലത്ത് നിന്ന് കൊണ്ടുവരുന്ന ചിലവ്. അതുകൊണ്ട് ഞാനൊരു ബൾക്കായിട്ടൊരു 150 എണ്ണം എറണാകുളത്ത് നിന്ന് വരുത്തിയതാണ്. അപ്പോൾ ഏകദേശം 700 രൂപയ്ക്ക് നമുക്ക് എനിക്ക് ഒന്നിന് വെച്ച് കിട്ടി. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് അടിക്ക് തുളയിട്ട് എടുത്തു കഴിഞ്ഞാൽ 2 തൈകൾ നടാം. ഇപ്പോൾ ഇതൊരു 10 വർഷം വരെ ഒരു കുഴപ്പമില്ലാതെ ഈ പേര് ഇതിനകത്ത് തന്നെ നിൽക്കും. പ്രൂൺ ചെയ്യണമെന്നേ ഉള്ളൂ. പ്രൂൺ ചെയ്താൽ നമുക്ക് പിന്നെ കയറി പറിക്കണ്ട, താഴെ നിന്ന് നമുക്ക് എല്ലാം പറിച്ചെടുക്കാം. അപ്പോൾ ഇതിനിപ്പോൾ എനിക്ക് ഡിമാൻഡ് ഇപ്പോൾ ഉണ്ട്. ഞാൻ ഇപ്പോൾ നോക്കിയപ്പം ലാഭമാണ്. ഇപ്പം ഞാൻ തൈ ആയി നിൽക്കുന്ന അത് കണ്ടപ്പോൾ ഡ്രമ്മിലാക്കി ഈ പരുവത്തിലാക്കി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കൊടുക്കാൻ നിർത്തിയേക്കാണത്. അപ്പം നല്ല ഇനം പേരെ കായായി കഴിഞ്ഞിട്ട് കൊടുക്കാം. എനിക്ക് വരുന്ന കോസ്റ്റ് നോക്കിയാൽ ഇതിൽ വളം നിറയ്ക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ച് വളം ഇതിനകത്ത് വേണം. എല്ലുപൊടിയെല്ലാം കൂടെ ഒരു 1000 രൂപ നമുക്ക് ഇത്ര ആക്കുമ്പോൾ മിനിമം 1000 രൂപ കോസ്റ്റ് വരും. ഇപ്പോൾ എൻ്റെ ബ്രദറിന് ഒരു 10 എണ്ണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവന് ഞാൻ 10 എണ്ണം 1000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 1200 മേടിച്ച് കഴിഞ്ഞാൽ 200 രൂപ ലാഭം കിട്ടും. മറ്റേത് 1000 രൂപ ആക്ച്വൽ കോസ്റ്റേ വരുന്നുള്ളൂ നമുക്ക്. അത് ക്ലീനിങ് ഉണ്ട്. ഇതിനകത്തുള്ള ഓയിൽ ക്ലീൻ ചെയ്യാനാണല്ലോ നടത്തണം. ഡ്രം ഞാനിപ്പോൾ ചെറിയ തുളയാണ് ഇത് കംപ്ലീറ്റ് കൊടുത്തേക്കുന്നത്. ഒരു 10-30 ചെറിയ തുള ഇട്ടിട്ട് അല്ലെങ്കിൽ വളം ഇടുന്ന താഴെ പോകും. അപ്പോൾ ഇതിൽ ഈൽഡ് എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചതിന് ശേഷം കൊടുക്കാമെന്ന് വെച്ചേക്കാണ്. ഇതിപ്പോൾ 10 എണ്ണത്തിന് എനിക്ക് ഓർഡർ ഉണ്ട്. വേറെ കുറച്ച് പേര് പറഞ്ഞേക്കുന്നു. ഇതാകുമ്പോൾ നമുക്ക് വേറെ ചെയ്യേണ്ട. കായായി കഴിഞ്ഞാൽ താഴെ നിന്ന് കവറിട്ടാൽ മതി. 1000 രൂപയ്ക്ക് ചെറിയ ഈ വലിപ്പമൊക്കെ ആണെങ്കിൽ നമുക്ക് 1000 രൂപയ്ക്ക് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നോക്കി കായായി കഴിയുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ പൈസ കൂടുതൽ മേടിക്കേണ്ടി വരും. ഇപ്പോൾ തൈ നമുക്ക് ഇത്രയുള്ള തൈ മേടിക്കാൻ ചെന്നാലും ഈ വലിപ്പമായാൽ 1000 രൂപ തൈക്ക് തന്നെ ആവും. ചെറിയ ചട്ടിയിലാണെങ്കിൽ പോലും. സ്ഥലമില്ലാത്തവർക്കെന്നല്ല, സമയമില്ലാത്തവർക്ക്. ഇപ്പോൾ ഇത് നമുക്കിപ്പം കൃഷി ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു കമ്പ് മതി, വേറെ ഒന്നും വേണ്ട. ആ ലൂസായിട്ടുള്ള ഇപ്പോൾ ഇതിൽ ഞാൻ ചെയ്തേക്കുന്ന ഉമിയുണ്ടോ, ഉമിയിട്ടുണ്ട്. ഇത്ര ലൂസായിട്ട് കിടക്കുന്ന വളം കിടക്കുന്നത്. കരിയിലപ്പൊടിയും വളവും മണ്ണ് വളരെ കുറവാണ്. മണ്ണ് വെയിറ്റ് കുറയുന്ന അത്രയും നല്ലത്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ മണ്ണ് വളരെ കുറച്ചെടുക്കുക. ചാണകപ്പൊടിയും കമ്പോസ്റ്റും എല്ലുപൊടി വേപ്പിണ്ണാക്ക് ഇതൊക്കെ മിക്സ് ചെയ്തേക്കുന്നത്. കരിയിലപ്പൊടി കമ്പോസ്റ്റ് ഉണ്ടല്ലോ, എനിക്ക് വെർമി കമ്പോസ്റ്റ് ഉണ്ട്, അതൊക്കെയാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. അതിലാണെങ്കിൽ പെട്ടെന്ന് വലുതായി വരും. അതല്ലാതെ നമ്മൾ സാധാ മണ്ണിലിട്ടാണെങ്കിൽ ഇതിപ്പം എത്ര മാസമായി കളഞ്ഞായിരിക്കും തൈക്ക്? 2 മാസം ആയതേ ഉള്ളൂ തൈ മേടിച്ചു കൊണ്ടുവന്നിട്ട്. ചെറിയ തൈ 150 രൂപയുടെ തൈ കൊണ്ടുവന്നിട്ട് ഇതിൽ വെച്ചു. ഇപ്പോൾ 2 മാസം കൊണ്ട് വളർന്നു. 2 മാസം 2 മാസമേ ഉള്ളൂ. അടുത്ത മാസം മുട്ട് വരും. ഇതിനോടൊപ്പം വെച്ചേക്കുന്നതിൽ അവിടെ മുട്ട് വന്നേക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വേണ്ട. നമ്മൾ ആ ഡ്രമ്മിൽ വെച്ചാൽ ഇതേപോലെ നമുക്ക് നിൽക്കും. അപ്പോൾ ഒരെണ്ണം കൊണ്ടുവച്ചാൽ വേറെ ഒന്നും ചെയ്യണ്ട. നമുക്ക് മാനേജ് ചെയ്യാവുന്ന സാധനം. വളവും വെള്ളവും കൊടുക്കുക. ഇതുണ്ടോ ഇത് ഏതാണ്ട് ആയിട്ടുണ്ട്. ഇതല്ല വലിപ്പം. ഇത് ഏതാണ്ട് 1 കിലോ വരെ സൈസ് വരുന്നതാണ്. തായ്ലൻഡ് വൈറ്റാണിത്. ഇത് ഏതാണ്ട് ആയിട്ടുണ്ട്.
ഈ ടൈപ്പൊക്കെ നമ്മൾ 100 രൂപയ്ക്ക് കൊടുക്കും. മറ്റേ വലിയ ടൈപ്പ് ആണെങ്കിൽ 150 മേടിക്കും. ഇതേപോലെ വെളുക്കുമ്പോൾ ഇതിപ്പോൾ കഴിക്കാം നമുക്ക്, പക്ഷേ മധുരം അത്രയും കിട്ടില്ല, തൊലിക്കൊരു കയ്പുണ്ടാവും. നമ്മളിവിടുന്ന് കൊടുക്കുന്നത് ഈ പരുവം ആയാലേ കൊടുക്കും, വെളുപ്പായ സാധനം കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല മധുരവും ഇതിന് ഡിമാൻഡ് കൂടുതലും വരും. വിപണിയിൽ വരുന്നതൊക്കെ ഈ പരുവം ആവൂല. ഇവിടെ നല്ല ഡ്രാഗൺ ഫ്രൂട്ട് നിറച്ചുണ്ടായിരുന്നതാണ്, ഇപ്പം ഞാനിത് മാറ്റാൻ വേണ്ടി നിർത്തിയേക്കാണ്. അപ്പോൾ ഇതിൽ പേരയും ഇതെല്ലാം ഇതിൽ നട്ടേക്കാണ്. ഇപ്പം തൈ ആകുന്നതുവരെ മാത്രമേ മുളകും എടുത്തിനൊക്കെ ഉണ്ടാവും. അതിനുവേണ്ടിയല്ല ഡ്രം എടുത്തേക്കുന്നത് മെയിനായിട്ട് പേരയ്ക്കും സപ്പോട്ടയ്ക്കും വേണ്ടിയാണ്. സപ്പോട്ട ഇതിൽ നമുക്ക് ഇതിനകത്ത് കായ നിൽക്കുന്ന കാണാം. ഇത് ബനാന സപ്പോട്ടയിലാണ് കായായി. പക്ഷേ ഇത് തൈക്ക് 350 രൂപയുണ്ട്. കുഴിപ്പള്ളം നഴ്സറി ഞാൻ മേടിച്ചത് 350 രൂപയ്ക്ക് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നുള്ളൂ നമ്മുടെ ആവശ്യം. ഒരു ഫാമിലിക്ക് അവർക്ക് അത്യാവശ്യം കായെല്ലാം നമുക്ക് ഇതിൽ കിട്ടും. ഒരു തൈ കൊണ്ട് വെച്ചാൽ മതി. വളം ഇട്ട് കൊടുത്താൽ മതി. ഇതിനകത്ത് മണ്ണൊന്നും നിറയ്ക്കണ്ട. നമ്മളിപ്പോൾ ഇടുന്ന വളം ഉണ്ടല്ലോ, അതിൽ ഒരു അല്പം മണ്ണുണ്ടായാൽ നല്ലത്. ഒരു പിടി മണ്ണേ ആകാം, അല്ലെങ്കിൽ ഇത് പിന്നെ അനക്കാൻ പറ്റില്ല. അവിടെ തന്നെ കവറിട്ട് വെച്ചേക്കാണ് ഞാൻ. ഇങ്ങനെ ഇട്ടാൽ ഇത് മടങ്ങി കിടക്കണം, അല്ലെങ്കിൽ ഒരു കെട്ടിടം കൊടുക്കണം. വെള്ളം നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഇപ്പം തൽക്കാലം ഇങ്ങനെ വെച്ചത്. ഇത് വെള്ള ഞാവലാണ്. ഇതിന് കീടശല്യം കൂടുതലാണ്. കായ എടുത്ത് വയ്ക്കുന്നല്ലോ, വിഷം അടിക്കാന്നല്ലോ. ഒന്നും ചെയ്യേണ്ട, വെറുതെ കഴിച്ചു നോക്കാം. വിഷം അടിക്കുന്ന പരിപാടിയില്ല, എല്ലാം കവറിട്ടുള്ളതാണ്. പേര പുറമേ കൊടുക്കാൻ കിട്ടുന്നില്ല. പേരയ്ക്ക് ഇവിടെ തന്നെ ഡിമാൻഡ് ആവശ്യം പോലെ ഉണ്ട്. കിലോയ്ക്ക് 150 കൊടുക്കുന്നത്. നല്ല കായ 150 കൊടുക്കും. വലിപ്പം കുറവാണ്. ഇതാണ് നല്ല കായ എന്ന് പറഞ്ഞാൽ ഇതാണ് വലിപ്പമുള്ളത്. ഉണ്ടോ? ഏതാണ്ട് ഇനിയും ഒരു 2 ദിവസം കൊണ്ട് വലിപ്പമാവും. ഈ ചെറുതാണെങ്കിൽ നമ്മൾ 100 രൂപയ്ക്ക് കൊടുക്കും. കേടൊന്നും ഇല്ലാത്ത നല്ല കായാണെങ്കിൽ കിലോ 150. വിപണിയിൽ നമുക്ക് ചിലപ്പോൾ 200 രൂപ വരെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ വിപണിയിൽ പോകാൻ പറ്റുന്നില്ല. ഇവിടെ തന്നെ അഡ്വാൻസ് ബുക്കിംഗ് ആണ്. ഇതിപ്പോൾ കഴിക്കാം എന്നേ ഉള്ളൂ. പക്ഷേ 2 ദിവസം കൂടെ കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആവും. ഒടിച്ചൂത്തി നാരകമെന്ന് പറയും, നമ്മുടെ ലെമൺ. അപ്പോൾ നമ്മുടെ പിഴിഞ്ഞു കുടിക്കുന്ന നാരകക്കാളും തൊലിക്ക് കട്ടി കൂടുതലാണ്, പുളിപ്പ് ഒരല്പം കുറവാണ്. അച്ചാറിന് നല്ലതാണ്. ജ്യൂസിന് ഇപ്പം നമുക്ക് ഒരു വലിപ്പമാവും. കായ കുറച്ചുകൂടെ നല്ല വലിപ്പമാവും. നിറച്ച് കായ പിടിക്കുന്നതാണ്. ഒടിച്ചുകുത്തി എന്ന് പറയാൻ കാരണം കമ്പ് ഒടിച്ചു കുത്തിയാലും ഇത് പിടിക്കും. മഴക്കാലത്ത് ഇതിൻ്റെ കമ്പ് ഒടിച്ച് വെച്ചാൽ മതി. ചെറുനാരങ്ങയുടെ അത്രയും വില കിട്ടില്ല, എന്നാലും വിപണിയിൽ ഡിമാൻഡുണ്ട്. കറി വയ്ക്കാനല്ല, പിഴിഞ്ഞ് നമ്മൾ അച്ചാറിടാൻ ബെസ്റ്റാണ്. ഈ പുളി മറ്റേ നാരകത്തിൻ്റെ അത്രയും പുളി ഉണ്ടാവില്ല. നമുക്ക് തൊലി ഉരിച്ചിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം. തൊലി കട്ടി കൂടുതലാണ്. ഇപ്പോൾ ഡ്രമ്മിലുണ്ടായിരുന്നു പറഞ്ഞാൽ നമ്മൾ ആ 2 പൊട്ടിയ വാട്ടർ ടാങ്കിൽ ഞാൻ നട്ടേക്കുന്ന പേരെ നോക്കും. ഈ നിൽക്കുന്നത് ഇതിൽ നിന്നാണ് ഇപ്പം ലെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഴയ വാട്ടർ ടാങ്കായിരുന്നു, അത് കേടുവന്നതാണ്. ഏതാണ്ട് വിളവായി വരുന്നേ ഉള്ളൂ. ഇതിന് ചെറിയ കേട് പറ്റിപ്പോയി. ഇത് ശരിക്കും പാഷൻ ഫ്രൂട്ടിന് വേണ്ടി ചെയ്തതാണ്. ഒരു ട്രിപ്പ് നന്നായിട്ട് കായ്ഫലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞത് മാറ്റിയിട്ട് തൽക്കാലം പുതിയ തൈ വെച്ചേക്കുകയാണ്. അതുവരെ വരാനായിട്ട് കോവയ്ക്ക ഇട്ടിട്ടുണ്ട്. കോവയ്ക്കുണ്ട്, പടവലവും ഇപ്പം കയറി വരുന്നുണ്ട്. അത് താൽക്കാലികമാണ്. കോവയ്ക്കിനിപ്പം പാഷൻ ഫ്രൂട്ട് നിറയുന്ന മുറയ്ക്ക് അത് മാറ്റും. ഇത് സ്ഥലം പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് ഇതിപ്പം ഒന്ന് പെർമനന്റ് സ്ട്രക്ചർ ചെയ്യേണ്ടി വന്നത്. കാരണം ഇതില്ലെങ്കിൽ ഇത് ഇവിടത്തേക്ക് വഴിയാണ്. തണൽ മാത്രമല്ല, വീട്ടിനകത്ത് നല്ല തണുപ്പ് ഈ ചൂട് സമയത്തും നമുക്ക് ഇത് നനയ്ക്കുന്നതുകൊണ്ട് ഈ തണുപ്പ് വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്കൊരു തണുപ്പ് കിട്ടും. പരമാവധി സ്ഥലം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ശരിക്കും ആദ്യം ഇവിടെ ചെടികളായിരുന്നു. കംപ്ലീറ്റ് നല്ല ലാൻഡ്സ്കേപ്പ് ചെയ്ത് പുല്ലുണ്ടായിരുന്നു. ഈ പ്രദേശത്തെല്ലാം പുല്ലിട്ട് നമുക്ക് ലാൻഡ്സ്കേപ്പ് ചെയ്തൊക്കെയായിരുന്നു. പിന്നെ എല്ലാം പച്ചക്കറി എല്ലാം പുറമേ നിന്ന് മേടിക്കുന്നത് മതിയാക്കണമെന്നൊരു ചിന്ത വന്നതിന് ശേഷം ചെടിയിൽ നിന്നുള്ള കുറച്ച് വെച്ചു. ചെടി ഇപ്പം എൻ്റെ വൈഫിൻ്റെ വകയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞാനല്ല ശരിക്കും ചെടി നോക്കുന്നത്. പച്ചക്കറിയിലേക്ക് മാറിയപ്പോഴേക്കും ചെടിയുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം എനിക്ക് ലാഭം കിട്ടുന്നൊരു ബിസിനസ് കൂടെയാണ് മറ്റ് കൃഷിയെ അപേക്ഷിച്ച്. കാരണം ഇതിൻ്റെ തൈ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവിടെ വന്ന് പച്ചക്കറി മേടിക്കാനായിട്ട് വരുന്ന, ഇവിടെ നിന്നുള്ള സാധനങ്ങൾ മേടിക്കാൻ വരുന്നവർക്കെല്ലാം ഇത് കണ്ടിട്ട് തൈ വേണം, ആടിയനത്തിൻ്റെ. അപ്പോൾ അതിൻ്റെ മൾട്ടിപെറ്റിൽ നമ്മളിവിടെ തന്നെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഗ്രാഫ്റ്റ് ചെയ്ത തൈ കൊടുക്കും, അതല്ലെങ്കിൽ അല്ലാതെ സാധാ തൈ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കുന്നതാണ് ആ ചെറിയ തൈകളെല്ലാം. അപ്പോൾ ഇത് കുറേ വെറൈറ്റി ഉണ്ട് നമുക്ക്. മൾട്ടിപെറ്റലായിട്ട് വന്നേക്കുന്നത് കുറച്ച് കളറുണ്ട്. അപ്പോൾ ഇത് പറയുന്ന അവർക്ക് ആ തൈ നമുക്ക് അതനുസരിച്ച് നമ്മൾ തയ്യാറാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. തൈ നമുക്ക് മൾട്ടിപെറ്റലാകുമ്പോൾ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത തൈക്ക് 200 രൂപയിട്ടാണ് കൊടുക്കുന്നത്. സാധാ തൈക്ക് പൂ വന്നേക്കുന്ന നമുക്ക് ഈ ടൈപ്പ് നമ്മൾ 100 രൂപയ്ക്ക് കൊടുക്കും. പൂവോടുകൂടിയുള്ള തൈകൾ 100 രൂപയ്ക്ക്, ചെറിയ തൈകൾ 75 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ മഴമറയാണ്. ഒരു 2.5 സെൻറ്റിലുള്ള ഒരു മഴമറയാണ്. അപ്പോൾ മഴമറ കൊണ്ട് നമുക്കുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ മഴക്കാലത്തും കൃഷി ചെയ്യാൻ പറ്റും. ഇപ്പോൾ കേരളത്തിൽ മഴക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് കൃഷിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മഴക്കാലത്ത് നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഇത്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സബ്സിഡിയിലായിരുന്നു. എനിക്ക് വലിയ പൈസ വന്നില്ല. 75,000 രൂപയാണ് മൊത്തം ചിലവ് വന്നേക്കുന്നത്. അതിൽ 90% സബ്സിഡി ആയിരുന്നു. 10% നമുക്ക് വേണ്ടി വന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ റൂഫ് മാറ്റാനുള്ള സമയമായി.
5 വർഷം കഴിഞ്ഞു. ഇത് 2.5 സെൻറ്റാണ്. അതിനകത്ത് തന്നെയാണ് എൻ്റെ മത്സ്യത്തിനുള്ള കുളവുള്ളത്. ഇത് മത്സ്യം വളർത്തുന്നതാണ്, മഴവെള്ള സംഭരണിയാണിത് ശരിക്കും. ഇത് ഇതിലിപ്പോൾ തിലോപ്പിയാണ് കിടക്കുന്നത്. തിലോപ്പി ഇപ്പോൾ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ? അത്യാവശ്യം നമുക്ക് കൊടുക്കാനും കിട്ടും. ഒരു 10-200 മത്സ്യം ഉണ്ടാവും ഇതിനകത്ത്. ഇപ്പോൾ ഇടയ്ക്ക് നമ്മൾ കൊടുത്ത് തീർന്നു. ഇനി ഒരു 50-60 എണ്ണം കാണും. 2 കിലോ തൊട്ട് മേളിലേക്കുള്ള ഉണ്ട്. ഏറുണ്ട്. 2 കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഇതിലെ വെള്ളമാണ് പമ്പ് ചെയ്തിട്ട് ഞാൻ കൃഷിക്ക് അടിക്കുന്നത്. അപ്പോൾ മഴവെള്ളം നിറഞ്ഞ് ഇതിനകത്ത് ആദ്യത്തെ 1-2 മഴ കഴിഞ്ഞിട്ട് ബാക്കി വെള്ളം മഴവെള്ളം നേരിട്ട് ആ പൈപ്പ് വഴി ഇവിടെ ഇതിനകത്ത് ഇറങ്ങും. ഈ വെള്ളമാണ് കൃഷിക്ക് അടിക്കുന്നത്. അപ്പോൾ ഇതിനകത്താകുമ്പോൾ കുറച്ച് നൈട്രേറ്റ് കൂടുതൽ കിട്ടും. മണ്ണിലെ ബാക്ടീരിയ ആയിട്ട് ചേർന്ന് നൈട്രേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം കിണറ്റിലെ വെള്ളം ഒഴിക്കുന്നതിനേക്കാളും പ്രയോജനം കൂടുതലുണ്ടാകുന്നുണ്ട്. ഇത് എല്ലാ ദിവസവും ഇതിൽ നിന്നാണ് പമ്പ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് ഒരു മണിക്കൂർ ഇതിൽ നിന്ന് പമ്പ് ചെയ്യും. നേരിട്ട് ഇതിൽ കാർഷിക കണക്ഷനല്ല, വീട്ടിലെ കണക്ഷനാണ് ഇട്ടേക്കുന്നത്. കാർഷിക ആവശ്യത്തിനുള്ള പമ്പ് വേറെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇതിലടിച്ച് നിറയ്ക്കും, ഇതിൽ നിന്ന് കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മത്സ്യങ്ങൾക്ക് നല്ല വളർച്ച കിട്ടും. ഇതൊരു 2010 വീട് പണിഞ്ഞ സമയത്താണ് ഒരു മഴവെള്ള സംഭരണി ഉണ്ടാക്കിയത്. മത്സ്യങ്ങൾ ഇത് അങ്ങനെയല്ല. ഞാൻ 2018 ആദ്യമായിട്ട് ഇതിനകത്ത് മത്സ്യത്തെ കൊണ്ടുവരുന്നത്. വല്ലാർപാടന്നൊരു 200 സീഡ്ലിങ്സിനെയാണ് കൊണ്ടുവന്നത്, ഗിഫ്റ്റ് തിലോപ്പിയുടെ. അത് വലുതാകുന്നു. 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും അത് പ്രജനനം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ അതിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾ കൂടുതൽ വരാതിരിക്കാൻ വേണ്ടി കുറച്ച് കാർപ്പിന് ഇട്ടിട്ടുണ്ട്, അക്വേറിയം കാർപ്പ്. അത് കുഞ്ഞുങ്ങളെ അവർ കുറച്ച് തരും, കൺട്രോൾ ചെയ്ത് തരും. കൂടുതൽ കുഞ്ഞുങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കാർപ്പിനെ പിടിച്ച് ആ ടാങ്കിലേക്ക് മാറ്റും. ഇപ്പോൾ ഇതിൽ കുറച്ച് മുളക് ആണ് ഈ കാണുന്നത്. അത് മുളക് വിളവെടുപ്പ് കഴിയുമ്പോഴേക്കും പാഷൻ ഫ്രൂട്ട് കയറി വരികയാണ്, പുതിയതായി ഇട്ടേക്കാണ്. നേരത്തെ ഇതിനകത്ത് പടവലവും വെള്ളരിയായിരുന്നു, അത് കഴിഞ്ഞു. പാവലുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്ന് കൃഷി മാറി മാറി ചെയ്യണം. ഒരു ഐറ്റം മാത്രമായിട്ട് ചെയ്തിട്ട് നമുക്ക് അതിന് മണ്ണിൽ അതിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടാതെ വരും. മുളക് ഇപ്പം താൽക്കാലികമായിട്ട് ഇട്ടേക്കുന്നത് മാത്രമേ ഉള്ളൂ. പാഷൻ ഫ്രൂട്ട് നിറഞ്ഞാൽ വേറെ കൃഷി നടക്കില്ല. വഴുതന ഉണ്ടായിരുന്നു, വഴുതനയൊക്കെ ഇപ്പോൾ കഴിഞ്ഞു, അതെല്ലാം മാറ്റി.